എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളെ കീവേഡാണ്, എല്ലാവരും പറയുന്നതാണ്. പിന്നെ എൻ്റെ പേര് ടെഡി ഓഡ്മാൻ. ഓൾറെഡി വലിയ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം. എന്താണ് ഈ അബദ്ധങ്ങൾ എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം തുടങ്ങാം. അതിനു മുമ്പ് ആദ്യമായി എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടെ തന്നിട്ടുള്ള ഒരു പ്രഭാഷണം അവതരിപ്പിക്കുന്ന അവസരം തന്ന എസൻസ് ഗ്ലോബൽ ബാംഗ്ലൂരിനോടുള്ള എൻ്റെ നിശ്ചിതമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഡയലോഗ്. ഇതൊരു ആചാരമാണ്. അതായത് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുണമൊക്കെ ഉണ്ട്. കാരണം ഇത് നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് ഒരു സുഖം കിട്ടും, ഒരു മനസ്സും കിട്ടും. നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ഈസിയായിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് ഈ നന്ദി പറച്ചിൽ. അതൊരു നല്ലതാണ്. അതായത് ദ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. ഇവിടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ചില കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ അധികം പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഇവിടെ കാണാം. അത് നമ്മൾ കർണാടകത്തിൽ തന്നെ നടക്കുന്നൊരു ഇതാണ്. ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം. സോ വളരെ സില്ലി ആയിട്ടുള്ള ഒരു ഇതും തുടങ്ങാം നമുക്ക്. ഞാൻ കഴിഞ്ഞ വർഷമായത് ഡിസംബറിൽ തായ്ലൻഡിൽ പോയ സമയത്ത് അതിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മരക്കഷ്ണങ്ങളെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി. എന്താണെന്ന് നോക്കുന്ന സമയത്ത് തായ്ലൻഡിൽ അവരുടെ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഒരു മറ്റേ എന്താ പറയുക, ഇതിന് ഈ വിഷിങ് ഇത് അതിൻ്റെ ഒരു പേരുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് മറന്നുപോയി. എന്തായാലും ഇത് എന്താണ് ഗുഡ് ലക്ക് ചാംസ് അതുപോലത്തെ ഒരു സാധനം എന്തായാലും എനിക്ക് തോന്നിയത്. അപ്പം എന്താണ് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ വളരെ ഇതായിട്ടുള്ള പോണ്ടേ ആർട്സ് പാരീസിലുള്ള ഈ ഇതാണ് ലവ് ലോക്ക് ബ്രിഡ്ജാണ്. ഇത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു കുറച്ച് കാലം മുമ്പ്. കാരണം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഫുള്ള് പാലത്തിൻ്റെ കൈവരികളിൽ നിറച്ച് ഈ ലോക്കുകൾ വന്നിട്ട് എഴുതിയിരിക്കുക. അപ്പം പാരീസ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു, കപ്പിൾസ് വരുന്നു. അവർ വന്നുകൊണ്ട് തന്നെ അപ്പുറത്ത് അവിടെ പൂട്ട് വെക്കുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ പോയിട്ട് പൂട്ട് മേടിക്കുന്നു, അവരുടെ പേര് എഴുതി വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുണ്ട്, മരത്തിൻ്റെ മുകളിലൊക്കെ പേര് എഴുതിയിട്ട് നമ്മൾ പ്ലസ് എന്നൊക്കെ എഴുതിയിട്ട് വെക്കുന്ന സാധനമാണ്. അതുപോലെ എൻഗ്രേവ് ചെയ്യുന്നൊരു പരിപാടിയാണതും. അതുപോലെ എൻഗ്രേവ് ചെയ്തിട്ട് പൂട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൂട്ടി വെച്ചിട്ട് താക്കോൽ പുഴയിലേക്ക് എറിഞ്ഞ് കളയും. ഞാനും എടുത്തിട്ട് തുറന്നിട്ട് ഈ ബന്ധം വഷളാക്കണ്ട വെച്ചാൽ അവരെന്നെ വഷളായിക്കോളും, പക്ഷേ അവരിന് മറ്റുള്ളവർ വന്നിട്ട് വഷളാക്കണ്ട എന്നുള്ളൊരു നിർബന്ധത്തിൽ അവർ താക്കോൽ എറിഞ്ഞ് കളയാണ്. എന്നിട്ട് പക്ഷേ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രേമത്തിന് കുറച്ച് ഭാരമുണ്ട്. അത് ഈ തോക്കലിൻ്റെ ഭാരമാണത്, ഈ പൂട്ടിൻ്റെ ഭാരമാണത്. ഈ ഭാരം കാരണം ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു കൈവരി മൊത്തം പൊളിഞ്ഞ് താഴെ വീണു. അപ്പോഴാണ് പിന്നെ പാരീസിൻ്റെ മുനിസിപ്പാലിറ്റി അതൊക്കെ വന്നിട്ട് പറഞ്ഞ് ഈ പരിപാടി ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം ഈ ഇതെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് ഡോറാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് കെട്ടാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ കമിതാക്കൾ വെറുതെ ഒന്നും ഇരിക്കില്ല കേട്ടോ, അവരടുത്ത പാലത്തിലേക്ക് പോകും ഉറപ്പാണ്. നമ്മളിത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ഈ വിക്കിപീഡിയ ലിങ്ക് ഞാൻ ഒരു സംഭവം നോക്കുന്ന സമയത്ത് പാരീസിൽ മാത്രമേ ഉള്ളത്, അങ്ങനെയൊന്നുമല്ല. ഇത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതായത് ഇന്ത്യയിൽ റഷ്യയിൽ പോലുണ്ട്. ഒരു മരം പോലെ ഒരു സാധനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കണ്ടില്ലേ നിറച്ച പ്രേമപ്പൂട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ പാലങ്ങളും ഉണ്ട്. പക്ഷെ ഇത് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര അധികമൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നത്. അത് 2006 കണ്ടൊരു ഇറ്റാലിയൻ റൈറ്റർ ഒരു പുസ്തകത്തിൽ ഇതേപോലെ ഒരു പരിപാടി ചെയ്തതായിട്ട്, അവർ കഥാപാത്രങ്ങൾ ചെയ്യുന്നതായിട്ട് പുള്ളി എഴുതുകയും അതൊരു അഡൾട്ട് നോവലാണ്. അത് പിന്നെ സിനിമ ആക്കിയ സമയത്ത് കണ്ട ആൾക്കാർ ഇത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അവർ പോയി ചെയ്ത് തുടങ്ങിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് സെർബിയയിൽ ഒരു 100 വർഷം മുമ്പ് തന്നെ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അവിടെ ഈ ചെറിയൊരു ചിത്രം കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു പാലം തന്നെ ഉണ്ട്. ആ പാലത്തിൻ്റെ പേര് തന്നെ ഇത് എന്നാണ്, പ്രേമപ്പാലം എന്നങ്ങാണ്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടിവെക്കും. അവിടെ ഒരു യുദ്ധത്തിന് അന്നത്തെ ഒരു യുദ്ധത്തിൽ പോയ ഒരാൾ, അയാളുടെ ഒരു കാമുകി ഉണ്ടായിരുന്നു. ഈ കാമുകിനെ ഇയാൾ യുദ്ധത്തിന് പോയ സമയത്ത് അവിടുന്ന് വേറൊരു പെണ്ണിട്ട് ഇയാൾ പ്രേമത്തിലായി പഴയ കാമുകിനെ തേച്ചു. ഓക്കെ, അപ്പം ആ തേച്ച വിഷമത്തിൽ ഈ പഴയ കാമുകി ഭയങ്കര നെഞ്ചുപൊട്ടി മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവർ ഇരുന്നു എന്നാണ് പറച്ചില്ലേ. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെയുള്ള പ്രേമിക്കുന്ന യുവാക്കൾ ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ് ലവ് ലോക്ക് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ലോക്ക് ഇപ്പോഴും ഉണ്ട്. എല്ലാ സ്ഥലത്തും അധികാരികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അവർ ലോക്ക് പൊട്ടിക്കുന്നു, കളയുന്നു, പിന്നെ ആൾക്കാർ വന്ന് വീണ്ടും ലോക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ പ്രേമത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ലോക്കുള്ളതുകൊണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. നമുക്കറിയാം ഇത് വളരെ ഫേമസ് ആണ്, എല്ലാവരും കേട്ടിട്ടുണ്ടോ, ലാറ്റോ മാരിനോ എന്നാന്നുള്ള ഒരു ഇത് നമ്മൾ വിചാരിക്കും ഇത് കാലാകാലങ്ങളായിട്ട് സ്പെയിനിൽ ചെയ്യുന്ന കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല എന്നാണ് പറയണത്. വർഷം ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് ശരിക്കും തുടങ്ങിയത് വളരെ രസകരമായിട്ടാണ്.
രണ്ട് കൂട്ടുകാർ ഒരു തെലുവിലും സംസാരിക്കുന്ന തല്ലുകൂടുന്ന സമയത്ത് തക്കാളിപ്പെട്ടി അപ്പുറത്തുണ്ടായിരുന്നു. തക്കാളി എടുത്തിട്ട് ഒറ്റ കയറ് മറ്റവനെ. അപ്പോൾ അവൻ തിരിച്ചും അപ്പുറത്തിൽ തക്കാളി കടി എടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി എറിഞ്ഞപ്പോൾ അത് കണ്ടു നിൽക്കുന്നത് നല്ല രസമായിരുന്നു ഈ തക്കാളി എറിയുന്നത്, പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റുകൾ വന്നുള്ള ആൾക്കാർക്ക്. പിന്നെ അത് എന്താണ് തക്കാളി എറിയുക എന്നുള്ളതൊരു വലിയൊരു ഇതായി മാറുകയാണ്. ഇപ്പോൾ ടൺ കണക്കിന് തക്കാളി കൊണ്ടുവന്നിട്ടാണ് അവിടെ തള്ളിയിട്ട് നമ്മൾ ഈ സംഭവം രസമാണ് കേട്ടോ. തക്കാളി ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് എറിഞ്ഞ് കളിക്കാന്നുള്ളത്. ഇപ്പോൾ എന്താ ഒരു കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് കയറുന്നുണ്ട്. എന്താ 20,000 ആൾക്കാർ മാത്രമേ ഈ പരിപാടിക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ നിയമമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ തക്കാളി എറിയുന്ന ഫെസ്റ്റിവൽ ഉണ്ടാവും വിചാരിക്കണ്ട. തക്കാളിക്ക് വില കൂടും. അപ്പോൾ തക്കാളിക്ക് വില കൂടാൻ നമുക്ക് സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് പക്ഷേ ആൾട്ടർനേറ്റീവ് ഉണ്ട്. അതെന്താ അറിയില്ല എല്ലാവർക്കും, ചാണകം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇത് നടക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് പിടക്കല വാർ എന്ന് പറഞ്ഞിട്ട്, ഇത് പിടക്കല സമരം എന്നാണ് അവർ പറയുക. ആന്ധ്രാപ്രദേശിലുള്ളൊരു സ്ഥലത്തിലാണ്. അപ്പോൾ ഇത് തുടങ്ങിയതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഈ ചാണകം എറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പുകാർ, അത് രണ്ട് ജാതിക്കാരാണെന്ന് തോന്നുന്നു, ഗ്രൂപ്പ് തമ്മിലൊരു വഴക്കിൽ ചാണകം എടുത്തെറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പറയല്ലേ തൂറി എറിയാന്നൊക്കെ പറഞ്ഞു, ഒരു സംഭവം അത് തന്നെ. ചാണകം എറിഞ്ഞു. അത് നമ്മുടെ ശീലമായിപ്പോയി. അപ്പോൾ അതെറിഞ്ഞു. പക്ഷേ ഇവർ വർഷം അങ്ങനെ എറിഞ്ഞതിലോട്ട് നിർത്തിയില്ല. ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് എല്ലാ വർഷവും ഈ ചാണകം ഒരു പ്രത്യേക ഒരു ആചാരമായിട്ട് അവരുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത മുഖം കണ്ട ഭയങ്കര ആഹ്ലാദത്തിലാണ്. വയലൊക്കെയാണ് ചാണകം, എന്നാലും ഭയങ്കര ആഹ്ലാദമാണ് ഇവർ എറിയുന്നത്. ചിലർ ഈ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ കയറിയിട്ട് അവിടുന്ന് ചാണകം എടുത്തിട്ട് ഇവരെ എറിയും. അപ്പോൾ ആ ചാണകത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ധന്യരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പോവുകയും ചെയ്യും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ നമ്മളെല്ലാം അങ്ങനെ അബദ്ധത്തിലുണ്ടാവുന്നതാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയൊന്നുമല്ല. ചില ആചാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കൂടുതൽ ആചാരങ്ങളും പതുക്കെ ചെറുതായിട്ട് അബദ്ധങ്ങളെന്നോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തിട്ടോ അതും കണ്ട് ആചരിച്ച് പോരുന്നതാണെങ്കിലും ചില ആചാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ ആചാരം നോക്കുക, ഇതൊരു ഫെസ്റ്റിവലാണ്, ക്വാൻസ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ. ഇത് ആഫ്രിക്കൻ അമേരിക്കൻസ്, അതായത് അമേരിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മൗലാന കരങ്ക എന്ന് പറഞ്ഞ ഒരാൾ 1966 ഉണ്ടാക്കിയൊരു ആചാരമാണ്. ഇത് പല കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് പുള്ളിക്കാരനൊരു സാധനം ഉണ്ടാക്കുകയാണ്. ഇതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ പല കൾച്ചറിൽ നിന്ന് എടുത്തതുകൊണ്ട്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ആചാരങ്ങളുടെ ആചാരങ്ങൾ ഏറ്റവും കൂടുതൽ ആചാരങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം ഡൈവേഴ്സിറ്റി ഉണ്ട്, അത്രയധികം ജാതികളുണ്ട്, ഉപജാതികളുണ്ട്, എല്ലാവർക്കും ഡിഫറെൻ്റ് ആചാരങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏതൊരു ആഫ്രിക്കയിൽ ഇത് ട്രൈബ്സ് ഒരുപാടുണ്ട്. ഓരോ ട്രൈബ്സിനും അവരുടെ ആചാരങ്ങളുണ്ടാവും. പക്ഷേ ഇവരൊക്കെ നമ്മൾ എടുത്തിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ സ്ലേവ്സാണ്. സ്ലേവ്സിന് ഈ ആചാരം കൊണ്ടു നടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, അവർക്ക് പണിയെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് ആചാരമൊന്നും ഇല്ല. അവർ വന്നു പോകുന്ന സമയത്ത് അവർക്ക് സ്വന്തമായൊരു ആചാരങ്ങളൊന്നും ഇല്ല. പിന്നെ ആരെങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് നിങ്ങളുടെ പണ്ടത്തെ ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞിട്ട് പഠിപ്പിച്ചാലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ആൾക്കാർ നമുക്ക് വേണ്ടൊരു ആചാരങ്ങളുടെ ഒരു വേണം, ഒരു ഫെസ്റ്റിവൽ വേണം, എല്ലാവരും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റിവൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയൊരു സാധനമാണത് ആചാരം. അപ്പോൾ ഇതുപോലെ ആചാരം നമ്മളുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മളുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് നമ്മൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പരിചയമുള്ളൊരു സാധനമായിരിക്കും. എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഓരോ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഓരോ അറ്റത്തും ഒരു 10 മീറ്റർ വെച്ചിട്ട് ഒരു ഗണേശ ചതുർത്ഥി എന്നുള്ളൊരു സംഭവം, ഒരു പൂജ നടത്തും. അവിടെ മത്സരമാണ് അവർ തമ്മിൽ. ഇത് എത്ര വലിയ വിഗ്രഹമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, ഗണേശ വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റുക, അത് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടായത് ഈ സാധനം? ഞാൻ വന്നിട്ട് തന്നെ ഇതിങ്ങനെ ഓരോ വർഷം കൊണ്ട് കൂടുക കാണുന്നു. ആദ്യത്തെ വർഷം 1-2 ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൂടി വരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ഗണേശ ചതുർത്ഥി വിഗ്രഹങ്ങളാണ് എല്ലായിടത്തും. ഈ വിസർജൻ എന്ന് പറയുന്ന സാധനം, അതായത് വിസർജ്ജയാക്കാണ്, എന്നാലും ഗണേശ വിസർജന എന്നുള്ള പരിപാടി തുടങ്ങിയത് ബാലഗംഗാധര തിലകനാണ് അത്രേ. അതായത് നമുക്ക് ഈ ബ്രിട്ടീഷുകാർ 2-3 നൂറ്റാണ്ടോട് ഭരിച്ചപ്പോഴൊന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളൊരു വിചാരമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വിചാരം ഉണ്ടാവാൻ സമയമില്ല. കാരണം അവർക്കൊക്കെ അവരുടെ ജാതികളുണ്ട്, ജാതിയുടെ പ്രശ്നങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ തല്ലുവിടണം, അവരുടെ അങ്ങനെ തിരക്കിലായതുകൊണ്ട് അവർക്കൊന്നും ഈ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കാനോ സമയം കണ്ടില്ല. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇവരെല്ലാവരും കൂടുതൽ ആൾക്കാരെ ഒന്നിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ട് വെച്ചപ്പോൾ ചെറിയൊരു ജാതിക്കാർ, അതായത് ഒരു സമുദായത്തിലെ ആൾക്കാർ ഒരു ഗണേശ നിമജ്ജനം എന്നുള്ള പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. അവർ ചെറിയ ഐഡൽ എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ്. പുള്ളി വിചാരിച്ചു ഇത് നമുക്ക് ചെയ്യാം ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പോയി ചെറിയ സാധനം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും കാണുന്ന ഒരു വലുതും ഉണ്ടേ, എങ്കിലും ഒരു ഗുമ്മുള്ളൂ.
അപ്പോൾ എല്ലാവരും പിടിച്ചിട്ട് ഇതേപോലെ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നദിയിലോ അല്ലെങ്കിൽ തടാകത്തിലോ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി. സംഭവം വിജയിച്ചു, പക്ഷെ കൈവിട്ടുപോയി എന്നുള്ളതാണ്. കാരണം നമുക്കതല്ലോ, നമുക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ എല്ലാവരും ഒന്നായി, ഇന്ത്യ യൂണിറ്റ് ആയി, എല്ലാം ആയി കഴിഞ്ഞപ്പോഴും ഇത് ഇവിടുന്ന് പോയില്ല. ഈ സാധനം പിന്നെ കുപ്പിയും തുറന്നിട്ടൊരു ഭൂതം പോലെയാണ് ഈ നമ്മുടെ ഗണേശ ചതുർത്ഥി നടക്കുന്നത്. അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പല നിയമങ്ങളും വന്നിട്ടുണ്ട്, പെയിൻ്റ് അടിക്കരുത് എന്നുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ തടാകങ്ങളും നമ്മുടെ ജലവും നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്കധികം പൊല്യൂട്ട് ചെയ്യുന്ന വേറൊരു സംഭവം ഉണ്ട് തോന്നുന്നില്ല. ഇത് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു സംഭവമാണ്. ഇത് രസമാണ്. അതായത് നമുക്ക് പണ്ടൊക്കെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നൊക്കെയാണല്ലോ നമുക്ക് പ്രതിമകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രതിമകളും ഏറ്റവും കൂടുതൽ പ്രതിമ ഇപ്പോൾ ചിലപ്പോൾ ശ്രീരാമനോ അല്ലെങ്കിൽ ഹനുമാൻ്റെ ആയിരിക്കും. ശിവലിംഗം പ്രതികയായിട്ട് ഞാൻ കൂട്ടുന്നില്ല, പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ ഇപ്പം ഉണ്ടാവണ എപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ദൈവങ്ങളുടെ പ്രതിമകളാണ് കൂടുതലുണ്ടാവുക. അതിന് കുറച്ച് മുമ്പ് നമുക്ക് കുറച്ച് വല്ലഭായ് പട്ടേൽ അങ്ങനെ പോലുള്ള കുറച്ച് ആൾക്കാരുടെ പ്രതിമകളായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഞാനൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്തുള്ള പ്രതിമകൾ കുറച്ചും കൂടിയും ഈ ശില്പങ്ങൾ തന്നെയാണ്. നമ്മൾ കുറേ ശില്പം എന്ന് വിളിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയിട്ടുള്ള മലമ്പുഴയിലെ യക്ഷി, അതുപോലെ ഈ ശംഖുമുഖം കടപ്പുറത്തുള്ള ഒരു ജലകന്യക, ഇങ്ങനെ സൂപ്പർ കണ്ട് നിൽക്കാൻ തോന്നുന്ന പ്രതിമകൾ. പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനത്തെ പ്രതിമകളാണ്, പുതിയ ശില്പങ്ങൾ അവരുണ്ടാക്കുക. പക്ഷേ അതുപോലെ ഒരാൾ, അതായത് നമ്മുടെ ആര്യനാട്ട് രാജേന്ദ്രൻ എന്നുള്ള ഒരാൾ ബിൽഡ് ചെയ്തൊരു പ്രതിമയാണ് അമ്മയും കുഞ്ഞും എന്നുള്ളത്. അതിന് കാരണം ഉണ്ടായിരുന്നു, അതൊരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കൂടുതലായിരുന്ന സമയത്ത് അതിന് കൂടെ ഒരു അവയർനെസ്സും കൂടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് അമ്മയും കുഞ്ഞും എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രതിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കുഴപ്പമുണ്ടല്ലോ, 30 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2017 കണ്ടായപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിലുണ്ട് ക്യാൻഡിൽസ് തെളിച്ച് വെച്ചിരിക്കുന്നു. അപ്പം ആരോ വന്നിട്ട് ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുകയാണ് ഇതിനോട്. അത് ഈ ശില്പത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് നമ്മൾ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പ്രസവത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ അവർ രക്ഷിക്കണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇത് സ്ഥിരം ഒരാൾ കത്തിച്ചാൽ മതി, പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ മെഡിക്കൽ സയൻസും ഹോസ്പിറ്റലും ഡോക്ടറും നഴ്സൊക്കെ പിന്നെ എന്തായി? ഈ പ്രതിമ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഒരു ഈ സൈഡിൽ കാണുന്നൊരു ചിത്രം നിങ്ങൾക്ക് അത്ര ചെറിയ TV ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന വരില്ല. പക്ഷേ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരമായിരുന്നു ഞാൻ എന്നുള്ളൊരു പണ്ടൊരു കവിത ഉണ്ട്. അപ്പോൾ ഒരു മരം, ഞാൻ എന്നും ഓഫീസിൽ പോണ വഴിക്ക് ഉള്ളൊരു മരമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോണ സമയത്ത് ഒരുത്തനുണ്ട് ഈ മരത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവൻ നല്ല ടിപ് ടോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൂ അഴിച്ചിട്ട് സൈഡിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുക, മനമുരുകി പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ. ഞാൻ ശരിക്കും നേരിൽ കണ്ടതാണ്. ഇവരിങ്ങനെ മനമുരുകി പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലപ്പോൾ എന്താ ഇൻ്റർവ്യൂവിന് പോയിരിക്കും പാവം. പക്ഷേ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇവൻ എന്താണ് ഈ പ്രാർത്ഥിക്കേണ്ടാവുക ഈ മരത്തിനോട്? ഈ മരത്തിനാണെങ്കിൽ അവിടുന്ന് നീങ്ങാൻ പോലും പറ്റുന്ന നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മരം കുറച്ച് വർഷം കൊണ്ട് കഴിഞ്ഞപ്പോൾ വെറും മരമായിരുന്ന സാധനത്തിന് അതിന് വീടായി, ഗ്രില്ലായി. നോക്കി പുള്ളിനെ ഇപ്പോൾ ഇമ്പ്രസ്ഡ് ആയി. ഇനിയിപ്പോൾ ഈ മരം കണ്ട് എണീറ്റ് പോയെങ്കിലോ, ഇത് അവിടെ പൂജ നടത്തുന്ന ആൾക്കാർക്ക് വേണമല്ലോ എന്നുള്ള രീതിയിലാണ് ഗ്രില്ലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുന്നു ഇവിടെ. ഇപ്പോൾ ഞാൻ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെന്ന സമയത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇത് മരങ്ങളെ പോലും നമ്മൾ വെറുതെ വിടില്ല. അവരൊക്കെ എന്ത് ഉദ്ദേശമാണെന്നല്ല, നമുക്കറിയാം. ഈ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അടുത്ത സാധനം. ഒരു തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി, പട്ട് സാരിയൊക്കെ ചുറ്റി സൂപ്പറായിട്ട് പെട്ടെന്ന് ദൂരന്ന് കണ്ട മലയാളികൾ കാണണമെന്ന് പറയാം. കാരണം കമ്പിൽ തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നാലെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞാൻ തേങ്ങച്ചിയാമെന്ന് ഞാൻ ഇട്ട പേരാട്ടോ, ശരിക്കും എനിക്ക് പേരറിയില്ല ഈ ദൈവത്തിൻ്റെ. അപ്പം തെങ്ങേച്ചിയമ്മ ആണ് ഞാൻ പേരിട്ടത്. അപ്പം ഇതുപോലെ ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രമൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടപ്പോൾ നല്ല അത്ഭുതം തോന്നിയിട്ട് എടുത്തുവെച്ചാൽ. വേറൊരു സംഭവമാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് ഞാൻ കുറച്ച് മുമ്പ് തന്നെ ഒരു ഇതിൽ ആർട്ടിക്കിളിൽ വായിച്ചതാണ്. ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഏതോ ഒരു ചെറുപ്പക്കാർ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ഇതിലൊക്കെ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഈ ആൽമരത്തിൻ്റെ മുകളിലൊരു നൂല് ഇങ്ങനെ കെട്ടിയിട്ട് പോയി. ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അവരൊന്നും ചെയ്തിട്ടില്ല, ഒരു നൂലെടുത്ത് തന്നെ മുകളിൽ ചുറ്റിയിട്ട് അവർ പോയി. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വന്ന് നോക്കി എങ്ങനെയുണ്ട് സാധനം. നോക്കുന്ന സമയത്ത് ആൽമരത്തിന് ചുറ്റും പിന്നെ ഫുള്ള് നൂലാണ്. ഓക്കെ, അപ്പോൾ ആരോ ഈ നൂല് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആൽമരം എന്ന് പറഞ്ഞാൽ സൂപ്പറല്ലേ. അതിൻ്റെ മുകളിൽ പിന്നെ ഒരു നൂല് കെട്ടിക്കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ളതിലാണ്. പിന്നെ ഞാൻ ഇതിനൊരു ഇൻ്റർവ്യൂ സെർച്ച് ചെയ്ത സമയത്താണ് ഇതൊരു വലിയൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കാര്യമാണ്. അതായത് ഇതിന് വത് സാവിത്രി എന്ന് പറഞ്ഞിട്ടൊരു അതിനായിട്ട്
കുറേ ഐതിഹ്യങ്ങളായിട്ടൊക്കെ ചേർത്തിട്ട് ഇത് നൂല് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മെയിനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ഭർത്താവും അവരുടെ ഈ ദാമ്പത്യം നൂല് പോലെ നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുകൊണ്ട് ഈ നൂല് കെട്ടുന്നത്. അപ്പം എല്ലാവരും വന്ന് കെട്ടും. ചിലപ്പോൾ അത് പൊട്ടിൻ്റെ വീണ്ടും വന്ന് കെട്ടുമായിരിക്കും ഇവിടെ. അല്ലെങ്കിൽ നൂല് പോലെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തന്നെ പൊട്ടിപ്പോയിരിക്കും. എന്നാൽ രക്ഷ ഉണ്ടോ? നമ്മളിവിടെ കാണുന്ന സാധനമാണ്, പൈപ്പുകൾക്കും രക്ഷയില്ല. നമ്മളിവിടെ ഈയിടായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നോ, ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ടപ്പം ഇതൊരു ചിലപ്പോൾ ഒരു ചെറിയൊരു പൂജ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭരിക്കണമെന്നുണ്ടെങ്കിലും കേരളത്തിൽ പൂജകൾക്കൊന്നും മുടക്കൊന്നുമില്ല. ഒരു ട്രെയിനാണെന്നുണ്ടെങ്കിലും ഒരു പാലമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പൂജയൊക്കെ നടത്തിയിട്ട് തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ചിലപ്പോൾ ഇതുപോലെ ഡ്രെയിനേജിൻ്റെ എന്തെങ്കിലും പൂജ ആയിരിക്കും എന്ന് ആദ്യം വിചാരിച്ച്. പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയ സമയത്താണ് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഒരു പൈപ്പ് വെച്ചാൽ പോരെ, ഈ ഒരു പൈപ്പിൻ്റെ മുകളിൽ വേറെ പൈപ്പിനും കണക്ട് ചെയ്തിട്ട് എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഹൈ ലിങ്ക് ആകുമ്പോൾ ഒരു നീളമൊക്കെ വേണമല്ലോ എന്നാണ് വിചാരിക്കുന്നതുകൊണ്ട് ആണ് ഇത് ഒരു പൈപ്പ് പോരാ, 2 പൈപ്പ് വേണം എന്നുള്ള ഇതിൽ ഒരു ഹൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ശിവലിംഗം ആക്കാൻ വേണ്ടൊരു ശ്രമം നടത്തിയിട്ടാണ് ഇത് പൂജിക്കുന്നതുകൊണ്ട്. ശരിക്കും ഇതിൻ്റെ പുറകിലുള്ളതെന്ന് അറിയില്ല, കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കസവുമുണ്ട കൊടുത്തിട്ട് ഒരാൾക്ക് പുറകിലിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് മുമ്പുള്ളതാണ്. ഇത് കണ്ടിട്ട് ഞാൻ കുറേ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇൻ്റർലോക്ക് ദൈവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൽ അതായത് ഇത് സൂപ്പറാണ്. കാരണം നമ്മൾ ബാംഗ്ലൂരാണ് തോന്നുന്നത് കണ്ടിട്ടുള്ളത്. കാരണം ഇൻ്റർലോക്ക് മെയിനായിട്ട് നമ്മളെ ഫുട്പാത്തിലൊക്കെ വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഫുട്പാത്ത് ഉണ്ടാക്കുന്ന സമയത്ത് മരങ്ങളുണ്ടല്ലോ, മരങ്ങൾ ഫുട്പാത്തിലുള്ള സ്ഥലം ഒന്ന് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മരത്തിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് ഒഴിവാക്കുമല്ലോ, അപ്പോൾ കുറച്ച് ഇഷ്ടിക ഇൻ്റർലോക്ക് ബാക്കി വരും. എന്തായാലും ഇവർ പ്ലാൻ ചെയ്ത് അത്രയും വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുമല്ലോ. അപ്പോൾ ഇയാൾ ഈ ബാക്കി ഒന്ന് സാധനം എടുത്ത് മാറ്റി വെച്ചാണ് എടുക്കാനുള്ള എളുപ്പത്തിന് ചാരി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന എളുപ്പമാണല്ലോ, കുത്തനെ വെച്ചിട്ടുണ്ട്. ആണ് ചാരി വെച്ചതുകൊണ്ട് ഇത് കണ്ട പാതി വേറെ ആളിൽ കൂടെ പോണ ആൾ ഇതിനെ പെട്ടെന്ന് ദൈവമാക്കുകയാണ്. അതിൻ്റെ മുകളിൽ നോക്കി ആ മരത്തിൻ്റെ മുകളിൽ മൊത്തം അതിൻ്റെ താഴെയുള്ള ചപ്പും ചോറും നോക്കണ്ട, കാരണം അതൊന്നൊരു പ്രശ്നമില്ല നമുക്ക് ദൈവങ്ങൾക്ക്. പക്ഷേ പെട്ടെന്ന് ദൈവമായി മാറ്റിയിട്ടുള്ളൊരു ഇൻ്റർലോക്കാണ് ഈ കാണുന്നത്. ഇതേപോലെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ US ഉണ്ടായിരുന്ന വേറൊരു ഇതാണ് ഈ സാൻ ഫ്രാൻസിസ്കോ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. ഇത് ഒരു ഈ കാണുന്നത് ശിവലിംഗമൊന്നുമല്ല കേട്ടോ, അതൊരു ട്രാഫിക് ബാരിക്കേഡാണ്. അപ്പോൾ ആൾക്കാർ അവിടെ വണ്ടി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയില്ലേ, ഈ വരുന്ന വഴിയിൽ വലിയൊരു ബാരിക്കേഡ് വെക്കും. അപ്പോൾ ആർക്കും വണ്ടി കയറ്റാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വണ്ടികളും കയറാതിരിക്കാൻ ഒരു പാർക്കിലാണ്. ഇപ്പോൾ ഇത് കുറച്ച് നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കില്ലല്ലോ ഇന്ത്യക്കാരൻ. അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യക്കാർ നോക്കുമ്പോൾ നോക്കൊരു വലിയ ശിവലിംഗം എന്നിട്ട് അവിടെ പൂജ തുടങ്ങി. അപ്പം ഈ പൂജ തുടങ്ങിയതുകൊണ്ട് ഭയങ്കര ശല്യമാണ്. കാരണം ഇതൊന്നും അത് പാർക്കിലൊന്നും ചെയ്യാൻ പാടില്ല. പാർക്കിൽ ചെയ്യാൻ പാടില്ല, അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ബാംഗ്ലൂരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലം കാണാം. കണ്ടിട്ടുണ്ടോ? ഞാൻ എന്താ ഈ പാർക്കിൽ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻക്രോച്ച് ചെയ്യുന്നതാണ്. അവർ പാർക്ക് കൈ കയറിയിട്ട് അവിടെ ഒരു അമ്പലം, ഒരു മൂലയ്ക്ക് ഒരു അമ്പലം തുടങ്ങിയിട്ട് ആ പാർക്ക് മൊത്തം അമ്പലമാക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ് ബാംഗ്ലൂരിൽ സാധാരണ ഉള്ളത്. പക്ഷെ അവിടെ സമ്മതിക്കില്ല അവർ. അപ്പോൾ പക്ഷെ അവർ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ ഇന്ത്യക്കാരാണ് കൂടുതലേ. അവരവിടെ വരുന്നു, പൂജ നടത്തുന്നു, പോകുന്നു. ഇവിടുത്തെ ഈ ഇന്ത്യക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്ത ഇന്ത്യക്കാരൊന്നല്ല, നല്ല വിവരമുള്ള H1 വിസ ഒക്കെ എടുത്തുള്ള പോയ ആൾക്കാർ തന്നെയാണ് അവർ. ഓക്കെ, അപ്പോൾ അവരെന്നെ വന്നിട്ട് ഈ പൂജ നടത്തുന്നത്. ഇത് ഈ ചില ട്രഡീഷൻസൊക്കെ നമുക്കറിയാം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ട്രഡീഷൻസൊക്കെ എങ്ങനെ ഉണ്ടായി നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് അത്ഭുതം തോന്നും. ഇതാണ് ഈ വെഡ്ഡിങ്സ്, ക്രിസ്ത്യൻ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ഒരു ഇത്. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, സമയം കുറച്ച് കുറവുണ്ട്. എന്നാലും നമുക്കറിയാം വെള്ള ഡ്രസ്സ്. ഞാൻ ഈ റോംകോം ഈ ഹോളിവുഡ് റോംകോം മൂവീസ് അല്ലെങ്കിൽ സീരീസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ഞാൻ കാണേണ്ടി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൽ എങ്ങനെ നോക്കിയാണെങ്കിൽ കല്യാണം ഇല്ലെങ്കിലും മാരേജ് ഇല്ല വെഡ്ഡിങ് ഇല്ലയെന്നുണ്ടെങ്കിലും വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കുന്ന ഒരു സീൻ അതിലുണ്ടാവും. ഓക്കെ, അതെപ്പോഴും എന്തായാലും വൈറ്റ് ഡ്രസ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നല്ല മാലാഖ പോലെയുള്ള വൈറ്റ് ഡ്രസ്സ് ഇത് എന്ന് മുതലാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വളരെ മുമ്പ് ക്രിസ്ത്യാനിറ്റി തുടങ്ങിയ സമയത്തൊന്നും ഇങ്ങനൊന്നും നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഇത് തുടങ്ങിയത് 1840 ക്വീൻ വിക്ടോറിയ മാരി ചെയ്യുന്ന സമയത്താണ് ഈ വെള്ള ഡ്രസ്സ് ഇട്ട് തുടങ്ങിയത്. ഇടാത്തതിന് കാരണമുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ള ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് കറ നല്ലതാണെന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ വാഷിംഗ് മെഷീനും വാഷിംഗ് പൗഡറൊന്നും ഇറങ്ങിയിട്ടില്ല. അത് ബ്ലീച്ചിങ് ഒക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ബ്ലീച്ച് ചെയ്യുന്ന ആൾക്കാരും പറയാം. അപ്പോൾ പ്രഭുക്കന്മാർക്കൊക്കെ വെള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റുള്ളൂ. എന്നാലും അവർ കല്യാണത്തിനൊന്നും ഇതല്ല ധരിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ധരിച്ച ഒരാൾ ക്വീൻ വിക്ടോറിയയാണ്. അതിന് മുമ്പ് 2-3 പേര് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ക്വീൻ വിക്ടോറിയ ധരിച്ച സമയത്ത് അത് ഭയങ്കര പബ്ലിസൈസ് ചെയ്യപ്പെട്ടു. അതാണ് പ്രിന്റ് മീഡിയ കുറച്ചുകൂടി പോപ്പുലറായി വരുന്നത്. ആ സമയത്ത് ഇവരുടെ ഈ ഒരു ഈ കല്യാണം ഒരു മാസത്തോളം ഇങ്ങനെ ഓടിയെന്നാണ് പറയുന്നത്.
എല്ലാ ദിവസത്തെ പേപ്പറിൽ ഇവരൊരു പിക്ചറും അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നോട്ടിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി കേട്ടപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമായി നമ്മളെ കല്യാണത്തിനും വെള്ള ഡ്രസ്സ് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ വെള്ള ഡ്രസ്സ് എന്നുള്ളൊരു ട്രഡീഷൻ ഉണ്ടാകുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് കളയാൻ പറ്റില്ല, കാരണം വെള്ള ഡ്രസ്സ് നമ്മൾ കേരളത്തിൽ പോലും വെള്ള ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അവർ ചൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് അങ്ങനെ ട്രഡീഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് ട്രഡീഷൻ ഓൾറെഡി ഉണ്ട് കേട്ടോ. നമ്മുടെ കല്യാണങ്ങൾ സൂപ്പറാണ്. ഇവിടെയുള്ള ചില കല്യാണം നോക്കാം. ഞാൻ റൈറ്റ് സൈഡിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഒരാളൊരു നായനെ കല്യാണം കഴിക്കുന്നതാണ്. നായോട്ടുള്ള പ്രേമ മൂത്തൊരു കല്യാണം കഴിക്കുകയാണെന്ന് വിചാരിക്കണ്ട. ഇയാൾക്ക് ഇത് തമിഴ്നാട്ടിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് സംഭവിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നായനെ 2-3 നായ്ക്കളെ തല്ലിക്കൊന്നു. നായവിരോധിയാണ്. അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് ഒരു പക്ഷാഘാതം, ഒരു ബലക്കുറവ് ശരീരത്തിന് ഇത് വന്നു. അപ്പോൾ പുള്ളിക്ക് അപ്പോഴത്തേനും വിദഗ്ധോപദേശത്തിന് വേണ്ടിയിട്ട് സമീപിച്ചു. ഓഫ് കോഴ്സ് നമ്മളെ ജ്യോത്സ്യരെ. ഓക്കെ, ജ്യോത്സ്യരെ അടുത്ത് പോയി അവർ വിദഗ്ധോപദേശം കൊടുത്തു. നായനെ കൊന്നിട്ടുണ്ടെങ്കിൽ, നായനെ തല്ലിയിട്ടുണ്ടെങ്കിൽ കൊന്നതല്ലേ, അപ്പോൾ നായനെ കല്യാണം കഴിച്ചാൽ മതി. നമുക്കറിയാമല്ലോ ഈ റേപ്പ് വിക്ടിം, അത് നമ്മൾ ലേഡിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതിയല്ലോ, പ്രശ്നം മാറിയല്ലേ. അതുപോലെ തന്നെ നായനെ കൊന്നതല്ലേ, അപ്പോൾ നായനെ കല്യാണം കഴിച്ചാൽ മതി. അതാണല്ലോ കൃത്യമായ ലോജിക്കാണ്. ലോജിക്ക് വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഇയാൾ കല്യാണം കഴിക്കുന്നത് നായനെ. പക്ഷേ എല്ലാവരും ഇങ്ങനെയല്ല കല്യാണം കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഒരു ലേഡിയിലൊരു ഗേളാണത്. ഒരു 16 വയസ്സ് 17 വയസ്സ് കണ്ടുള്ളൂ. അപ്പം അത് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് കല്യാണം കഴിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇന്ത്യയിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ ആകാശത്ത് കറങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ചൊവ്വ. ഓക്കെ, ചൊവ്വാദോഷമാണ്. അപ്പോൾ ചൊവ്വാദോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർഗ്ഗമുണ്ട്. ചൊവ്വയ്ക്ക് കുറച്ച് വിവരം കുറവാണ്, കാരണം പറ്റിക്കാം നമുക്ക്. അപ്പോൾ പുള്ളിയുടെ വിറ്റതുള്ളൂ, നിങ്ങൾ ആദ്യം കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ തട്ടിക്കളയും, അത്രേ ഉള്ളൂ പുള്ളിയുടെ. ഇപ്പോൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരെന്ത് വെച്ചെങ്കിൽ തട്ടിക്കളയാൻ പറ്റുന്ന ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അതിന് തട്ടിയതിന് ശേഷം ചൊവ്വയെ പറ്റിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർഗ്ഗമായിട്ടാണ് ചെയ്യുന്ന ഒരാണ് ഈ നായനെ കല്യാണം കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഈ നായനെ തട്ടിയില്ല കേട്ടോ, നായനെ കൊന്നൊന്നും വിചാരിക്കണ്ട, നായ അവരുടെ വീട്ടിൽ നിന്ന് നായാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞെങ്കിൽ കല്യാണം കഴിച്ച് തട്ടേണ്ട കാര്യമില്ലെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. കാരണം വീട്ടിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജ്യോത്സ്യർ അവർ തട്ടുന്നുള്ള പേടിച്ചിട്ടാണോ എന്നറിയില്ല. നായനെ കെട്ടിയിട്ട് ഡൈവേഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് ഇനിയും വേറെ കല്യാണം ഇനി നോക്കാം. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ പുതിയ പ്രിൻസിനെ തേടിയിരിക്കുകയാണെന്നാണ് വാർത്തയിൽ കണ്ടത്. പിന്നെ ഇപ്പുറത്തുള്ളതാണ് ഈ വാഴക്കല്യാണം. വാഴക്കല്യാണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചിത്രം തന്നെ എന്തോ കാനഡയിൽ നിന്നുള്ളതാണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും സംഭവം ഇതേ സംഭവം തന്നെ. ഇത് നമുക്ക് ഈ ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് ആദ്യം കല്യാണം കഴിക്കാം. അപ്പോൾ ആദ്യം കല്യാണം കഴിക്കാൻ ഏറ്റവും എളുപ്പമെങ്കിൽ ഭർത്താവ് മരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് വാഴനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഈ വാഴ കല്യാണം എളുപ്പമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയാണ് കളയാം. ഇനി പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഗമ വേണം എന്നിട്ട് ഒരു തേക്കിനെ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കളി മാറും. പിന്നെ ഗവൺമെൻറ് ഓഫീസിൽ കയറി നടക്കണം ഇത് വെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഴനെ തന്നെ കല്യാണം കഴിക്കുന്നത്. നമുക്കറിയാം ഈ ഐശ്വര്യയുടെ പേരിൽ ഈ വാഴനെ കല്യാണം കഴിച്ചാൽ ഇതല്ല. അതായത് ഇയാൾ ആദ്യമായിട്ടൊരു മരത്തിനെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഐശ്വര്യറായി വന്ന് പറഞ്ഞു, അഭിഷേക് ബച്ചന് മുമ്പ് ഞാൻ വേറെ വാഴകളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുള്ളിക്കാർ പറഞ്ഞതാണ്. അമിതാഭ് ബച്ചനും പറഞ്ഞു വന്നിട്ട്. ഓക്കെ, പുള്ളി പറഞ്ഞു ദെൻ മൈ സൺ ഷുഡ് ബി എ ട്രീ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ താഴെ കാണുന്നത് പറയുന്നത് തവളക്കല്യാണം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ കല്യാണം ശരിക്കുള്ള കല്യാണമൊന്നുമല്ല, ഇത് നമ്മളെ ഇന്ദ്രഭഗവാനെ പറ്റിക്കാനുള്ള കല്യാണമാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഈ തവള 2 തവള കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മഴ വരും എന്നുള്ളതാണ്. ഇത് തവള കരഞ്ഞാലും മഴ വരുന്നു, മഴ വരുമ്പോൾ തവള കരയുന്നു. A = B, B = A. അത് സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കിയ സാധനമാണ് തവളകളെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഈ 2 തവളകളും ഒരേ സൈസാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഗേ മാരേജ് ആണെന്നാണ്. കാരണം നമുക്കറിയാം ഈ പെൺതവളകൾ താൺതവളകളുടെ അപേക്ഷിച്ച് വലുപ്പം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇവർ നോക്കുന്ന സമയത്ത് ലിംഗം അതും ശ്രദ്ധിക്കാതെയാണ് കൊണ്ടുവന്നതുകൊണ്ട് സംഭവം നടന്നോ എന്നുള്ള സംശയമുണ്ട് എനിക്ക് കാര്യത്തിൽ. ചില ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും. ഇവരെ കല്യാണം ചിലപ്പോൾ അപ്പോഴേ അടിച്ച് പിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ അടുത്ത കാലത്ത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു പുതുതായിട്ടുണ്ടായ ഒരു ആചാരമാണിത്, ഫ്ലൈ ഓവർ ബാബ. കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഈ വീഡിയോ? അത് നമ്മൾ സിമ്പിളാണ്. നമുക്കറിയാം, ഞാൻ തന്നെ ഇപ്പോൾ ഈ പാർക്കിംഗ് ലോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റൂഫ് കുറച്ച് താഴെയാണെങ്കിൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ചാടിയും തൊട്ട് നോക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഒരാൾ ചാടി, അപ്പോൾ ഞാനും ചാടി തൊടും, ഞാനും ചാടി തൊടുന്നെല്ലാം ചാടി തൊടും. ആരോരുത്തരും ചാടി തൊട്ടതാണ് റൂഫ്. അപ്പോൾ പുറകിൽ വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട്
ഒന്ന് രണ്ട് പേര് ഇവിടെ ചാടി തൊട്ടുന്നു, പുറകിൽ നിന്ന് ആൾക്കാരും ഇത് തൊടുന്നു. തൊട്ടാൽ മാത്രം പോരാ, അവർ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടിട്ട് ഒരു ലേഡി, അതാണ് രസം, നമ്മളൊരു ലേഡി നോക്കുമ്പോൾ അയ്യോ എനിക്ക് ചാടാനൊന്നും വയ്യ. ഓക്കെ, അപ്പം എന്താ ചെയ്യണ്ട, എന്നാൽ ശരി റൂഫ് ഇങ്ങനെ തൊട്ടിട്ട് ഒരു ചുമര് വരുന്നുണ്ടല്ലോ, വാള്. ഇപ്പോൾ റൂഫിൽ 100% പുണ്യം ഉണ്ടെങ്കിൽ ചുമരിൽ 80% ഉണ്ടാവില്ലേ, ടച്ചാണല്ലോ. അപ്പോൾ അവിടെ ചുമരിൽ പോയി തൊട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം വേറൊന്നാണ് AC വെള്ളം. AC വെള്ളം എന്നുള്ള സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് അല്ലേ. ഇതൊരു ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ACയിൽ നിന്ന് ACയുടെ എക്സോസിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇതെടുത്ത് കുടിക്കുന്ന ആൾക്കാരോട് ഒരു വീഡിയോ എടുക്കുന്നതും പറയേണ്ടത് AC വെള്ളമാണെന്ന്. ACയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, എന്തിനാണ് കുടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മളും കുടിച്ചിട്ടുണ്ട് കേട്ടോ, അത് എനിക്കറിയില്ല, ഞാനൊക്കെ ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഈ ഭഗവാനെ കഴുകിയ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഊജാലി കൂടെ വരുന്ന വെള്ളമുണ്ട്. കാണുമ്പോൾ തന്നെ അറപ്പ് വരും, പക്ഷെ ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് സഹിക്കും. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഈ കഴിക്കുകയും തലയിൽ പുരട്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് AC വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ലേഡിയോട് പറയുന്നുണ്ട്, അതായത് ഇത് AC വെള്ളമാണ്. അപ്പോൾ അവർ ശരിച്ചിട്ട് പറഞ്ഞു എന്നാലും ഭഗവാന്റെ AC അല്ലേ. ഓക്കെ, ഭഗവാന്റെ AC ആകുമ്പോൾ അതിനുള്ള വെള്ളത്തിനും എന്തെങ്കിലും ഉണ്ടാവില്ലേ, ഉറപ്പല്ലേ, ലോജിക്ക്. ഓക്കെ, സോ ഇതിൻ്റെ ഇത് മാത്രമല്ല, നമ്മളിങ്ങനെ കുറച്ച് കാലം ആകുമ്പോൾ എല്ലാവർക്കും തോന്നും പല ആചാരങ്ങളും കുറച്ച് മണ്ടത്തരാണ് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് തോന്നും ഇത് തെറ്റാണെന്നുള്ളത്. അപ്പം ഇത് തെറ്റാണെന്നുള്ളത് ഒഴിവാക്കുകയല്ല കൂടുതൽ ആൾക്കാരും ചെയ്യാം. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു റീസൺ കണ്ടുപിടിക്കാം, റീഇൻവെൻറ്റിങ് ദ റീസൺ എന്ന് പറയുക. ഇതിന് ശരിക്കുള്ള കാരണം അതായിരിക്കില്ല, ആൾക്കാർ പറയുന്നതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പലരും പറയാനുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ 2 സാമ്പിൾ ഇവിടെ എടുക്കുന്നു. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ബഹിരാകാശത്തേക്ക് നമ്മൾ ഇതൊക്കെ എന്താണ് ഉപഗ്രഹങ്ങളൊക്കെ വിടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രമാണ് ഈ ആദ്യം കാണുന്നത്. ഓക്കെ, നാരങ്ങയും മിർച്ചിയും ഇത് ചേർത്തിട്ടുള്ള ഈ പരിപാടി. അപ്പോൾ ഇത് കെട്ടിവെക്കുന്നത് ശരിക്കും സാധാരണ ഇതിൻ്റെ പേര് നസർ ബാത്തു എന്നാണ്, അങ്ങനെ അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം തന്നെ കണ്ണീർ തട്ടാതിരിക്കാനുള്ള യന്ത്രം എന്നാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാരെ കണ്ണീർ എന്നുള്ള സംഭവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ഞാൻ ഈ അടുത്ത കാലത്ത് പോലും ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അയാൾ പറയുന്നത് എൻ്റെ കയ്യിലുള്ള ചരടുണ്ടല്ലോ, ഈ ചരട് ഇങ്ങനെ ആരെങ്കിലും എന്നെ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിദോഷം വന്നിട്ടുണ്ടെങ്കിൽ ചരട് ഇങ്ങനെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അഴിഞ്ഞു പോകുന്നു. അത്രയ്ക്ക് പവറാണ് അത്ര ഈ ചരടിന്. അപ്പോൾ അതിൻ്റെ അയാളുടെ ഭാര്യ വീണ്ടും പുതിയ ചരട് കെട്ടി കൊടുക്കും. പുള്ളി പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞ് അവനാണ് പേ ചെയ്യാൻ പോകുന്നത്, ഞാനൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി പക്ഷേ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സംഭവമാണ് ഇത്, ദൃഷ്ടിദോഷത്തിനുള്ള സാധനമാണിത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു ബ്ലോഗർ എഴുതിയിരിക്കുകയാണ്, നിങ്ങളങ്ങനെ എല്ലാം തള്ളിക്കളയാനും പാടില്ല, ഇതിന് ശരിക്കും സയൻറ്റിഫിക്കായ റീസൺ ഉണ്ടെന്ന്. എന്താണ് റീസൺ എന്നറിയാം? നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, ആസിഡ്, പിന്നെ മിർച്ചിയിൽ കാപ്സീഷ്യം, ഇതൊക്കെ ഉണ്ട്, എരിവുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാണികളൊന്നും വീട്ടിലേക്ക് വരില്ല, എല്ലാം പ്രാണികളെ തടഞ്ഞു നിർത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നതെന്നാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങയിൽ ഒരു ഓട്ടയുണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിൽ കൂടെ അധികം സിട്രിക് ആസിഡ് ഒന്നും പുറത്തേക്ക് വരില്ല. ഈ ചില്ലിയിലും ഇതിൻ്റെ അടുത്ത് പോയി എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ഇതൊന്നും വരത്തില്ല. പിന്നെ ഇവിടുത്തെ ഇതിന് ആണ് ശരി. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ആയിരിക്കും ശരിയാണല്ലോ, ആസിഡ് കാപ്സീഷ്യം ഇതൊക്കെ ഈ പ്രാണികളെ അകറ്റി നിർത്തുന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആൾക്കാർ പിന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു റീസൺ എന്താണെന്നുള്ളത്. നമുക്കിവിടെ അരയാലിൻ്റെ ഒരു സംഭവം ഉണ്ട്, നമുക്കറിയാം, നമ്മളെ സേതുരാമയ്യർ പറഞ്ഞ പോലെ അരയാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓക്സിജൻ കൂടുതൽ ഇങ്ങനെ വരും എന്നുള്ള. ചിലർ പറയുന്നത് കുറച്ച് കടന്നിട്ട് ഓക്സിജൻ O2 അല്ലേ ഉള്ളത്, നമുക്ക് ഒന്നുകൂടി കൂട്ടാം, ഓസോൺ ആയിക്കോട്ടെ, ഒന്നും കൂടി കൂടുതലുണ്ടല്ലോ, ഓസോൺ വരും. ആ ഓസോൺ ഇങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ കിട്ടുന്നതാണ്. ഓസോൺ ശ്വസിച്ചാൽ എന്ത് പറ്റും എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അടിച്ചു പോവും അതന്നെ. പക്ഷേ ഓസോൺ പിന്നെ ഈ അരയാലുണ്ടാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ലോജിക്കലായിട്ട് നോക്കിയാണ്. കാരണം ഓസോൺ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫ്രീ അയോൺസ് ഉണ്ടാവണം, അതങ്ങനെ ഫ്രീ ആയി നിൽക്കണം. അതുകൊണ്ടാണ് നമ്മളെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളെ അയോണൈസിങ് റേഡിയേഷൻ വന്നിട്ട് അത് ചേർന്നിട്ടാണ് ഓസോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഓസോൺ ഇങ്ങനെ മരങ്ങൾ ചുമ്മാ ഉണ്ടാക്കി വിടുന്ന സാധനമൊന്നുമല്ല ഓസോൺ ഒന്നാമതായിട്ട്. എന്തായാലും ഇതിനെ റീഇൻവെൻറ്റ് ചെയ്യുന്ന റീസൺസ് ഇങ്ങനെ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇത് ഇപ്പം നിന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അടുത്ത പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് അവരതും ഇതൊരു റീസണായിട്ട് പറയുന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ പല ആചാരങ്ങളിലേക്കും ഇതിലൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് ആൾക്കാർ, ഇപ്പോൾ നമ്മളവിടെ ഈ അടുത്ത പൊങ്കാലയ്ക്ക് 7 മില്യൺ ആൾക്കാരാണ്, 70 മില്യൺ ആൾക്കാരാണ് കേരളത്തിൽ ഒന്നാണ്. എവിടുന്നാണോ ആൾക്കാർ ഉണ്ടാക്കിയത് ഇത്ര ആൾക്കാരെ, പക്ഷേ അത്ര ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. കാരണം പണ്ട് ഒരു വീട്ടുകാർ മാത്രം ചെയ്തിരുന്ന സാധനമാണ് ഇപ്പോൾ നാട്ടുകാർ മൊത്തം കൂടി ചെയ്യുന്നത്. അപ്പോൾ അത്ര ആൾക്കാർ വരാനുള്ള അതിൻ്റെ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് ഇതിന്ന് നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങൾ,
ഉള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ആചാരങ്ങൾക്ക് പെട്ടെന്ന് വീഴുമോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് തന്നെയാണ് ഈ ആചാരങ്ങളിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാരണം. എന്തിനാ ചെയ്യുന്നത്? മറ്റു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്ന കാര്യങ്ങളുള്ളൂ പലതും. നമുക്ക് അത്ര കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അത് മാത്രമാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് അത് സയൻറ്റിഫിക്കായിട്ട് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ വിചാരിച്ചാൽ മാത്രമായിട്ട് നമുക്ക് ഈ ആചാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇല്ല എന്നാണ് പറയേണ്ടി വരിക. ഇതിന് ഈ ആചാരങ്ങൾക്ക് നമ്മൾ വഴുതി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുന്ന ചില ട്രേറ്റുകൾ മനുഷ്യനുണ്ട്. അതിലൊന്നാണ് ഈ സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്ന സാധനം. സോഷ്യൽ കൺഫോമിറ്റി നമുക്ക് ഈസിയായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഇടയിൽ പോലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ കൺഫോമിറ്റിയുള്ള ഈ എക്സ്പെരിമെൻറ്റ്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ഇതിൽ എന്താണ്, ഒരു ഐ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ആൾക്കാരിലാണ് ഈ അവിടെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു പെൺകുട്ടി വരുന്നു, അവരവിടെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റിസപ്ഷനിലുള്ള ആൾ ഒരു ബെല്ലടിക്കുമ്പോൾ എല്ലാവരും എണീക്കും, എന്നിട്ട് അവരിരിക്കും. പിന്നെയും ബെല്ലടിക്കും, അവരെണീക്കും. അപ്പോൾ പെൺകുട്ടിയെ നോക്കുമ്പോൾ എല്ലാവരും എണീക്കുന്നു, ബാക്കിയുള്ളവർ പിന്നെ ഇരിക്കുന്നു. പിന്നെ 2 പ്രാവശ്യം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ഈ കുട്ടി ചോദിക്കുക പോലും ചെയ്യുന്നില്ല എന്തിനാണ് എണീക്കുന്നത് ആരോടോ. 3ാമത്തെ പ്രാവശ്യം ഈ പെൺകുട്ടി എണീക്കുകയാണ്. എണീറ്റിട്ട് അവരുടെ കൂടെ എണീക്കുന്നു. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നു. അതായത് ആരെങ്കിലും ഒരുത്തരം വന്നിട്ടുണ്ട്, 1000 പ്രാവശ്യം തന്നെ ബെല്ലടിക്കുമ്പോൾ എല്ലാവരും എണീക്കുന്നു, അവനും എണീറ്റുന്നു. ചോദ്യം പറച്ചൊന്നുമില്ല. പുള്ളി ഒരു സംശയം പോലും ഇല്ല. 1000 പ്രാവശ്യം പെൺകുട്ടി ഉണ്ടെങ്കിൽ 1000 പ്രാവശ്യം എണീറ്റില്ല, 2 പ്രാവശ്യം എണീറ്റില്ല, 3ാമത്തെ പ്രാവശ്യം എണീറ്റത്. ഇയാൾ നിൽക്കുന്നുമില്ല, 1000 പ്രാവശ്യം തന്നെ ഞാൻ ചാടി എണീറ്റു. പിന്നെ ഇവർ എക്സ്പീരിയൻസ് വന്നുകൊണ്ട് ശരിക്കും കൺഫേം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അകത്തേക്ക് വിളിച്ചു, അപ്പോയിൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അവർ വിളിച്ചിട്ട് ഈ പെൺകുട്ടി മാത്രമായി എന്നിട്ട് ലൈറ്റ്. അപ്പോൾ നമ്മൾ ചോദ്യം എന്താണ്, ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എണീറ്റില്ല, എന്താ എണീക്കാത്തതെന്ന് ചോദിക്കുമല്ലോ വിചാരിച്ചിട്ട് ഇപ്പം ആണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരും ചോദിക്കാനില്ല, ഒന്നുമില്ല. ടിങ് സൗണ്ട് വരുമ്പോൾ പെൺകുട്ടി എണീക്കുന്നു, ഇരിക്കുന്നു. ടിങ് സൗണ്ട് എണീക്കുന്നു, ഇരിക്കുന്നു. ആരുമില്ല അവിടെ. എന്നിട്ട് പിന്നെ പുതിയൊരാൾ വരികയാണ്. ഈ പുതിയ ആൾ വന്നിട്ട് ഈ പെൺകുട്ടി എണീക്കുമ്പോൾ അയാളിങ്ങനെ നോക്കുക, വൈ ആർ യു ഗെറ്റിംഗ് അപ്പ് ചോദിക്കുന്നു. അപ്പോൾ എവരിബഡി വാസ് ഗെറ്റിംഗ് അപ്പ്. അപ്പോൾ പുള്ളിക്കത് മതി കേട്ടോ. ആ പുള്ളി പറഞ്ഞു ശരി എന്നാൽ ഞാനും. പിന്നെ അടുത്ത പ്രാവശ്യം ബെല്ലടിക്കുമ്പോൾ ഇവർ 2 പേരും എണീക്കുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ എണീക്കുന്ന ഈ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പലരും ചെയ്യുന്നുണ്ടാകും കാര്യങ്ങൾ. വേറൊന്നാണ് ഈ സ്റ്റാൻഡിങ് ഓവേഷൻ എന്നുള്ളത്. സ്റ്റാൻഡിങ് ഓവേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 2-3 പേരെ നിർത്തും. അപ്പോൾ ഞാൻ കുറച്ച് പേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ. അതായത് നമ്മൾ പരിപാടി കഴിയുന്ന സമയത്ത് അവർ ചാടി എണീറ്റിട്ട് കയ്യടിക്കുന്നു. എത്ര വഷളാണെങ്കിലും, നമ്മുടെ പ്രസംഗം എത്ര വഷളാണെങ്കിലും അവർ ചാടി എണീറ്റിട്ട് കയ്യടിക്കുന്നു. അവർ കൈയടിച്ചാൽ ബാക്കി എല്ലാവരും കൈയടിക്കും. അത് ഒരു പരീക്ഷ നടത്തിയിട്ടെങ്കിൽ ഒരുത്തൻ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ചറപറ പറയും, ഇതുപോലെ അല്ലട്ടാ ഇതിനെങ്കിലും മോശമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറയാണ്, ചറപറ വായി തോന്നി ഇങ്ങനെ പറയും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ടിട്ട് എന്താണ് ഈ പറയണമെന്നുള്ള ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ സമയത്ത് ഓക്കെ ഐ എം കൺക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത സമയത്ത് ഈ 3 പേരും എണീറ്റിട്ട് ടക്ക് 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 പറഞ്ഞിട്ട് ഭയങ്കര കയറോട്ടും. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒറ്റ ആൾ, 1-2 സ്ത്രീകൾ മാത്രം അവിടെ ഇരുന്നുള്ളൂ, ബാക്കി എല്ലാവരും എണീറ്റ് കൈയടിച്ചു. എന്നിട്ട് ഇതാണ് അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കൈയടിച്ചു ചോദിച്ചപ്പോൾ, അല്ല എല്ലാവരും കൈയടിക്കണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇതിനെ കൈയടിച്ച് അല്ല എല്ലാവരും കൈയടിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതാണ് ഈ ഒരു കൺഫേമിറ്റേഷൻ എങ്കിൽ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര വിവരമുണ്ടെങ്കിലും ഈ കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും നമുക്ക്. നമ്മൾ വിചാരിക്കും ഞാൻ വലിയ ആളാണ്, ഞാൻ ചെയ്തില്ല, അങ്ങനെ കംഫർട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കൺഫേമിറ്റി ചെയ്യാതിരുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ ആൾക്കാരെല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത്ര കംഫർട്ട് ഉണ്ടാവില്ല. നമ്മളെ കംഫർട്ട് നഷ്ടപ്പെടും, നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുക അത്ര. പക്ഷെ ചെയ്തു തുടങ്ങുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. കാരണം നമ്മൾ പിന്നെ അറിയേണ്ട കാര്യമില്ല എന്തിനത് ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വളരെ വ്യക്തമായിട്ടുള്ള എവല്യൂഷണറി ഒരു സപ്പോർട്ട് ഉണ്ട് ഇതിന് വേണ്ടി കൺഫേമിറ്റി. കാരണം എല്ലാവരും ഓടുമ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഓക്കെ, അല്ലാതെ അതെന്തിനാന്ന് പോയി അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ആഷ് എക്സ്പെരിമെൻ്റ് എന്നുള്ള സാധനം കൊണ്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചും ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ നമുക്കറിയാൻ വേണ്ടി ആദ്യത്തെ ലൈനും പിന്നെ 3 ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 ലൈനുകളിൽ ഏതാണ് ആദ്യത്തെ ലൈനോട് ഈക്വൽ ആണെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, കണ്ടാൽ അറിയാം അത് സി ആണെന്നുള്ള കാര്യം. പക്ഷെ ഇവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 8 പേരുണ്ടാവും, അതിൽ 7 പേരും ആക്ടേഴ്സാണ്, ഈ ഒരാൾ മാത്രമാണ് സബ്ജക്റ്റ്. അപ്പോൾ 7 പേരും എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ആൻസർ പറയും, ഒരേ റോങ് ആൻസർ പറയും. എല്ലാവരും പറയും എ എന്ന് പറയും. അപ്പോൾ ഈ ശരിക്കുള്ള ആൾ ഇത് നോക്കിയിട്ട് സി അല്ല ശരിക്കുള്ളത്, പക്ഷെ അവരെന്താ എല്ലാവരും എ ആണല്ലോ പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം ഇയാൾ കറക്റ്റായിട്ട് സി പറഞ്ഞെങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കൺഫേം ചെയ്യും. അതായത് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു അടുത്തൊരു വേറെ ചോദ്യം ചോദിച്ചു, അതിൽ ബി ആണ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ 2 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം എന്തായാലും ഒരു 70% ആൾക്കാർ കൺഫേം ചെയ്യുന്നതാണ്. അത് നമ്മുടെ ബുദ്ധിയൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ കൺഫേം ചെയ്തിരിക്കും. കാരണം അവരെല്ലാവരും പറയണതല്ലേ ശരി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കൺഫേം ചെയ്യാത്ത വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അത്ര ഹയർ ഇൻഡിവിജ്വാലിറ്റിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും പേര് തെറ്റാണോ ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവർ. അപ്പോൾ ഒരുത്തം പറയാണ് യെസ് എന്നാണ്. അങ്ങനെ യെസ് എന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് ഇതിൽ ഞാൻ കണക്കൂടെ ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.